ഹലോ എവ്രി വൺ 2026 NIOSന്റെ ഏപ്രിൽ ബാച്ചിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. എക്സാം ഒക്കെ അടുത്തു. അപ്പോൾ ഇനി എല്ലാവരും പ്രധാനമായിട്ട് നോക്കുന്നൊരു കാര്യം എങ്ങനെയാണ് പബ്ലിക് എക്സാമിനേഷൻ്റെ ചാപ്റ്റേഴ്സ് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കതിന് ആവശ്യം നമ്മളെ ഗൈഡ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ആണ്. പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്. നോട്ട് ദ പോയിന്റ്. അങ്ങനെയാണെങ്കിലേ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പ് എന്ന വിശേഷണം ലഭിച്ച ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന കുറച്ച് ഗൈഡുകൾ പരിചയപ്പെടുത്തിയാലോ? എങ്ങനെയിരിക്കും? സോ ലെറ്റ് മീ ഷോ യു ദ ഗൈഡ്സ് ഫസ്റ്റ്. യെസ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മലയാളം. ഇത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗൈഡുകൾ പരിചയപ്പെടുത്തുന്നത്. ഇനി എന്താണ് ഈ ഗൈഡിൽ അല്ലെങ്കിൽ ഈ ഗൈഡിലുള്ള പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? കാണിച്ചു തരാം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ഡേറ്റ്സും ആളുകളുടെ പേരും പഠിക്കുന്നത് കൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന ഒരു പരാതിയാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ളത്. എന്നാൽ ആ പരാതി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എങ്ങനെയെന്നല്ലേ? ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അവതരിപ്പിക്കുന്ന ഈ ഗൈഡിലൂടെ. NIOS എക്സാം ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നൊരു സംശയം വരുന്നതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിൽ കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ഒരു ചാപ്റ്റർ മിസ് എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ തരാം. പബ്ലിക് എക്സാമിനേഷൻ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് നോട്ട്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആദ്യം ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിൻ്റെ ഒരു ചെറിയ ഒരു രൂപം തന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ പോകുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഓരോ സബ് ടൈറ്റിൽസിൻ്റെ ഡീറ്റെയിൽഡ് പ്ലസ് ഷോർട്ട് നോട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് ഈ യൂണിറ്റിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റുകളുടെയും എല്ലാ നോട്ട്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കൂ, ചാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിക്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗൈഡാണ്. അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ വായനയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് സെയിം ഇതും മലയാളവും അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഏറ്റവും ചുരുക്കിയ രൂപത്തിലുള്ള കോണ്ടന്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കോണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മാത്രം വായിച്ചാൽ മതി. മലയാളം NIOS മലയാളം എഴുതുന്ന കുട്ടികൾക്ക്, കാരണം ഇതറിയാലോ, ഇത് +2കാരുടെ ഗൈഡാണ്. അപ്പം മലയാളം എഴുതുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് യുവർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ ചാപ്റ്റർ കോണ്ടന്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെയുള്ള പരാതികൾ നമുക്ക് നിരന്തരം കിട്ടുന്നതാണ്. അത് നമ്മൾ ക്ലാസ്സുകളിലൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുമുണ്ട്. പക്ഷേ എക്സാമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് 1 hour 2 hour ഒക്കെ ആയിട്ട് ക്ലാസ് തരാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ ഗൈഡ് യൂസ് ചെയ്താൽ മതി. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിലും പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചോദ്യങ്ങളുടെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് രൂപം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എക്സാം സുഖസുന്ദരമായിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പ്ലീസ് കോൺടാക്ട് us soon. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.